ചില വ്യക്തികളെയൊക്കെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തുമ്പോഴാണ് നമുക്ക് മനസ്സമാധാനം ലഭിക്കുന്നത്. എപ്പോഴാണ് ഒരു വ്യക്തിയെ പോകാൻ അനുവദിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ഇനി അവർക്ക് വേണ്ട സ്ഥാനമില്ല, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ പോകാനാണല്ലോ ശ്രമിക്കുന്നത് എന്നുള്ള തരത്തിൽ അവരെ അങ്ങ് ഒഴിവാക്കേണ്ടത് എപ്പോഴാണെന്നറിയോ? അത് ചില സാഹചര്യങ്ങൾ വരുമ്പോഴാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. നമസ്കാരം, ഞാൻ വിദ്യ നായർ. അപ്പോയിൻമെന്റ് റിലേറ്റഡ് ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവര് നമുക്ക് വേണ്ടി ഒരു എഫേർട്ടും എടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന് നമ്മളിങ്ങനെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ പോകാൻ അനുവദിക്കൂ. വളരെ നിർബന്ധിച്ച് നമ്മൾ കൂടെ പിടിച്ചു നിർത്തിയിട്ട് ഒന്നും നമുക്ക് നേടാനില്ല. ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്പർ 2 എന്ന് പറയുന്നത്, നിങ്ങളൊരു സ്പെഷ്യൽ പേഴ്സൺ ആണ് എന്നുള്ള തരത്തിൽ ആ വ്യക്തി ഇനി ഒരിക്കലും പെരുമാറില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ജീവിതത്തിൽ നിന്നിട്ട് കാര്യമില്ല. എല്ലാവർക്കും ആരുടെയെങ്കിലും ഒക്കെ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആകാനാണ് താല്പര്യം, അല്ലേ? അപ്പം നിങ്ങൾ സ്പെഷ്യൽ പേഴ്സൺ അല്ല, ഒരു ഓർഡിനറി ആണ് എന്നുള്ള രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ പിന്നെ അവിടെ നിൽക്കാൻ തോന്നില്ല. നമ്പർ 3 എന്ന് പറയുന്നത്, നിങ്ങൾക്കിനി ഒരിക്കലും അവരെ വിശ്വസിക്കാനോ ബഹുമാനിക്കാനോ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? ആ സമയത്തും നമ്മൾ ആ വ്യക്തിയെ പോകാൻ അനുവദിക്കണം. കാരണം ആ വ്യക്തിയെ വിശ്വസിക്കാൻ മറ്റൊരു വ്യക്തി ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ആ വ്യക്തിയെ ബഹുമാനിക്കാൻ കഴിയുന്ന മറ്റു വ്യക്തികളുണ്ടെങ്കിലോ അവർ പോയിക്കോട്ടെ, അല്ലേ? ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചിന്തിക്കുക. നമ്പർ 4 എന്ന് പറയുന്നത്, നിങ്ങൾക്കിടയിൽ വഴക്കുകളൊക്കെ ഉണ്ടായാൽ പോലും അത് റിസോൾവ് ചെയ്തെടുക്കണം എന്നുള്ളൊരു താല്പര്യം നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല. അതും ഒരു പ്രധാനപ്പെട്ട സൈൻ തന്നെയാണ്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവരിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്വാസമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പോയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഭാവിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയില്ലാതെ ഉത്കണ്ഠാകുലരാവുകയാണ് ചെയ്യുന്നത്. അതായത് വ്യക്തമായൊരു ഭാവി ഇല്ലാത്ത ഒരു ബന്ധത്തിലാണ് ആ വ്യക്തിക്കൊപ്പം നിങ്ങളുള്ളത് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നമുക്കൊപ്പം ഇല്ലാതിരിക്കുന്നതാണ്. നമുക്കൊരു ലോങ് ടേമിൽ നമ്മൾ നോക്കുമ്പോൾ വലിയ വലിയ വിഷമങ്ങൾ നമുക്ക് താങ്ങാൻ പറ്റില്ല, അല്ലേ? അതുകൊണ്ട് ആ വ്യക്തി പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. ഒട്ടും കമ്മിറ്റഡ് അല്ലാത്തൊരു വ്യക്തിയെ കൂടെ നിർത്തുന്നത് കൊണ്ട് യാതൊരു നേട്ടവുമില്ല. പിന്നെ അവർക്ക് മറ്റ് സന്തോഷങ്ങൾക്കും എൻജോയ്മെന്റിനും സൗഹൃദങ്ങൾക്കും ഒക്കെ സമയമുണ്ട്. നിങ്ങളെ മാത്രമാണ് അവർ പരിഗണിക്കാത്തതെന്നുണ്ടെങ്കിലോ അങ്ങനെ ഒരു വ്യക്തിക്കൊപ്പം നമ്മൾ ജീവിക്കുന്നത് വല്ലാത്തൊരു ഏകാന്തതയായിരിക്കും നമുക്ക് സമ്മാനിക്കുന്നത്. ഇത്തരം ലക്ഷണങ്ങളോടുകൂടിയാണ് നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്കൊപ്പം ഉള്ളത്, അല്ലെങ്കിൽ പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതെങ്കിൽ അവരെ പിടിച്ചു നിർത്താൻ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന വലിയൊരു തെറ്റായിരിക്കും അത്. ഈ തിരിച്ചറിവുകൾ നല്ലത് തന്നെയാണ്. ഇതൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊന്ന് പരിഹരിക്കാൻ പറ്റിയാൽ വളരെ നല്ല കാര്യം. നന്ദി.